അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ താങ്കളെക്കുറിച്ചും റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു, ഏതോ വാർത്താലേഖൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട്. അപ്പോൾ താങ്കൾ ഇന്നലെ നമ്മളോടും വിശദമായിട്ടൊക്കെ മറുപടി പറഞ്ഞു. ഇപ്പോൾ ഈ വിവാദം ഇങ്ങനെ തഴച്ചു വളരുകയാണ്. വെറുതെ അപ്പോഴാണ് താങ്കളുടെ സിനിമ സൂപ്പർ ഹിറ്റായിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വിവാദങ്ങളിൽ ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞല്ലോ താങ്കൾ പ്രതികരിച്ചതിന് ശേഷം, ഇപ്പോഴെന്താണ് ജയറാമിന് തോന്നുന്നത്? ഇല്ല സാർ, അത് നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ. പ്രത്യേകിച്ച് ഒരു 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തനായിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഒരാൾ ഫോണിൽ വിളിച്ച് അയ്യപ്പസ്വാമിയുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു കട്ടില, ഒരു സംഗതി, അത് ഒന്ന് പൂജിക്കാനായിട്ട് താങ്കൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു അയ്യപ്പ ഭക്തന് കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ. ഞാനല്ലായിരിക്കാം, എൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഓടിപ്പോകുന്നത്. താങ്കളൊരു കറതീർന്ന അയ്യപ്പ ഭക്തനാണ്. ഇങ്ങനെ ഇത്രത്തോളം ഒരു സംഗതി ഞാൻ കറതീർന്ന് എൻ്റെ കുട്ടിക്കാലം, എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ അച്ഛൻ്റെ കൈകളിൽ തൂങ്ങിപ്പിടിച്ച് പോയ ഒരു ഓർമ്മ തൊട്ട് എനിക്ക് തോന്നുന്നു 50 വർഷമൊന്നുമല്ല, 50 വർഷങ്ങളായിട്ട് 50 ആയിരിക്കാം. പക്ഷെ എത്ര തവണ പോയി എന്ന് ചോദിച്ചാൽ അതിന് കണക്കില്ല സാർ. എൻ്റെ കുട്ടിക്കാലം, എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് അയ്യപ്പൻ്റെ തറയിൽ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടുമ്പോൾ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അയ്യപ്പൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു, എന്തായാലും അതിലേക്കൊന്ന് തൊഴുത് ഒരു കർപ്പൂരം കാണിക്കാനൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുക. പക്ഷെ അത് പിൽക്കാലത്ത് 4-5 വർഷത്തിന് ശേഷം ഇങ്ങനെയൊരു ഇതിലേക്ക് നീങ്ങും, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയില്ലല്ലോ സാർ. ശബരിമലയോട് തോന്നിയ ആരാധന കൊണ്ട് താങ്കൾ പിടിച്ച പുലിവാല എന്ന് പറയുന്നത് ഈ പോകുന്ന വഴിക്ക് ഈ തങ്കവാതിൽ വീട്ടിലൂടെ ഒന്ന് കയറ്റി വെക്കണമെന്ന് പറഞ്ഞതാണ് വലിയ അപകടമായെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.